ശിവ, എഴുന്നേൽക്ക് ശിവ. അവൻ അവളെ തട്ടി വിളിച്ചു. കുറച്ചു നേരം കൂടി ഇച്ചേ. ദേ പെണ്ണെ, നിന്റെ വീടെത്തി, ഇറങ്ങുന്നില്ലേ? ഇറങ്ങണോ? അതും പറഞ്ഞ് അവൾ മടിയോടെ കാറിൽ നിന്നും ഇറങ്ങാൻ നിന്നതും അവൻ അവളെ പിടിച്ചു വലിച്ച് അവളുടെ ചുണ്ടുകൾ കവർന്നു. അവൾക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ അവൻ അവളുടെ ചുണ്ടുകൾ മോചിപ്പിച്ചു. ഇപ്പോൾ എൻ്റെ പെണ്ണിൻ്റെ ഉറക്കം പോയില്ലേ? ദേ എൻ്റെ ചുണ്ട് പൊട്ടി. ഇനി അച്ഛനും അമ്മയും ചോദിച്ച് ഞാൻ എന്ത് പറയും? എൻ്റെ ഇച്ഛൻ്റെ സമ്മാനമാണെന്ന്. പോ അവിടുന്ന്. അവൾ അവനെ തള്ളിയിട്ട് കാറിൽ നിന്നും ഇറങ്ങി. അവൾ പോകുന്നതും നോക്കി അവൻ അവിടെ തന്നെ നിന്നു. അവൾ അവളുടെ വീടിൻ്റെ ബെല്ലടിച്ചതും വാതിൽ തുറന്ന് അവളെ മുന്നിൽ കണ്ടതും അവളുടെ ചേച്ചി ഷോക്കടിച്ചതുപോലെ നിന്നു. അമ്മേ, ഇതാരാ വന്നേന്ന് നോക്കിക്കേ. മായ അതും പറഞ്ഞ് അമ്മയെ വിളിച്ചു. കയറി വാടി. അതും പറഞ്ഞ് മായ അവളെ അകത്തേക്ക് കയറ്റി. അവൾ അകത്തേക്ക് കയറിയെന്ന് കണ്ടതും അവൻ അവിടെ നിന്നും പോയി. അവൻ പോകുന്നതിന് മുൻപ് അവൾ അവനെ കൈ കാണിച്ചു. അവൻ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. അമ്മേ, ഈ പെണ്ണ് ഇതാ വരുന്നടി. അതും പറഞ്ഞ് ആ അമ്മ അവിടെ വന്ന് തൻ്റെ മകളെ മുന്നിൽ കണ്ടതും അവർ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എവിടെയായിരുന്നു മോളെ? കുറേ ആയില്ലേ നീ പോയിട്ട്? അവർ കരഞ്ഞുകൊണ്ട് അവളോട് പറഞ്ഞു. അമ്മേ, ഞാൻ വന്നില്ലേ, ഇനി എവിടേക്കും പോവില്ല. എന്ത് ചേച്ചി എന്നെ ഇങ്ങനെ നോക്കുന്നത്? ആമി, നിനക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടായതുപോലെ ഉണ്ടല്ലോ. എനിക്കൊരു മാറ്റവും. ഞാൻ ആ പഴയ ആമി തന്നെയാണ്. ഞാൻ ഉറങ്ങട്ടെ, ഈ നാളെ ഓഫീസിൽ പോകണം. അതും പറഞ്ഞ് അവൾ അച്ഛൻ്റെ അടുത്തേക്ക് പോയി. അവളെ കണ്ടതും അയാളുടെ കണ്ണുകൾ വിടർന്നു. അവൾ അച്ഛനെ പിടിച്ചു കരഞ്ഞു. മോളെ, ആമി എവിടെയായിരുന്നു എൻ്റെ മോള്? വർക്കൊക്കെ കഴിഞ്ഞില്ലേ? നാളെ പോകണ്ടാലോ? പോകണം അച്ഛേ, കുറേ ദിവസത്തെ വർക്ക് ഓഫീസിലില്ലേ, അത് ചെയ്ത് തീർക്കട്ടെ. അച്ഛൻ കഴിച്ചോ? കഴിച്ചു. മോള് കഴിച്ചോ? ആ കഴിച്ചു. വരുമ്പോൾ അല്ല, ബോസ് വാങ്ങി തന്നു. അവൾ എല്ലാവരോടും പറഞ്ഞ് റൂമിലേക്ക് പോയി. അവൾ ഡ്രസ്സ് എടുത്ത് പോയി കുളിച്ച് കിടക്കാൻ നിന്നപ്പോഴാണ് അവളുടെ ബാഗിൽ നിന്നും ഫോൺ അടിച്ചത്. ഇതെൻ്റെ ഫോണല്ലല്ലോ. അവൾ ബാഗിൽ നിന്നും ഫോൺ എടുത്തുകൊണ്ട് പറഞ്ഞു. അതിൽ അവൻ്റെ ഫോട്ടോ കണ്ടതും അവൾ കോൾ എടുത്തു. ഹലോ. അല്ല, എൻ്റെ പെണ്ണ് ഉറങ്ങിയില്ലേ? കിടന്നു. ഇച്ചായനോ? ഞാൻ വീട്ടിലെത്തിയിട്ടില്ല. ഞാൻ നിനക്ക് പുതിയ ഫോൺ വാങ്ങി ബാഗിൽ വെച്ചിരുന്നു. എനിക്ക് എപ്പോഴും നിന്നോട് സംസാരിക്കണം. അവൾ നാണത്തോടെ പുഞ്ചിരിച്ചു. അയ്യോ, ഇപ്പം ചേച്ചി കിടക്കാൻ വരൂ. ഓക്കെ, ഇന്ന് വിളിക്കുന്നില്ല. നാളെ എന്തായാലും നീ ഓഫീസിലുണ്ടാവണം, ഞാൻ എത്തുന്നതിന് മുൻപ്. അതും പറഞ്ഞ് അവൻ ഫോൺ വെച്ചു. അപ്പോൾ തന്നെ അവൻ വീണ്ടും വിളിച്ചു. ഇനി എന്താ വേണ്ടത്? എനിക്ക് എന്നും കിട്ടുന്നത് ഇന്ന് കിട്ടിയില്ല. അവൾ ആ ഫോൺ ചെവിയിൽ നിന്നും എടുത്ത് അവളുടെ ചുണ്ടിലടുപ്പിച്ചു. ഉമ്മ, കിട്ടിയില്ലേ? ഇനി ഞാൻ ഉറങ്ങട്ടെ. ഓക്കെ, ശരി. അതും പറഞ്ഞ് അവൻ ഫോൺ വെച്ചു. അപ്പോൾ തന്നെ അവൻ ഫോൺ എടുത്തു. ഹലോ സിറിൽ, നീ എവിടെ ഇടത്തേണ്ടി? ഞാൻ ഇവിടെ ഒന്നും പോയിട്ടൊന്ന് വിളിച്ചു നോക്കിയില്ലല്ലോ. അവൻ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. നീ എന്താടാ തെണ്ടിയൊന്നും മിണ്ടാത്തത്? ആദമേ, എന്താടാ നിന്റെ ശബ്ദത്തിൻ്റെ മാറ്റം? എന്താ പറ്റിയത്? ആദമേ, നീ വേഗം ഒന്ന് പറയുന്നുണ്ടോ? ആദമേ, അവൻ സംഭവം പറഞ്ഞു. നോ. ആദമിൻ്റെ കയ്യിൽ നിന്നും അവൻ്റെ ഫോൺ ഓർന്ന് താഴേക്ക് പോയി. അവരുടെ കാർ വീടിൻ്റെ മുറ്റത്ത് വന്നു. അവർ സന്തോഷത്തോടെ അതിൽ നിന്നും ഇറങ്ങി അകത്തേക്ക് കടന്നതും ഇതാരാ ഇങ്ങനെ മുന്നിലെ വാതിൽ തുറന്നത്? ഈ അന്നമോൾ എവിടെ? കാണുന്നില്ലല്ലോ. അമ്മച്ചിയും കാണുന്നില്ല. മേരി, എടി മേരി. എന്താ സാറേ? അന്നമോളും അമ്മച്ചി എവിടെ? അമ്മച്ചി ഇവിടെയുണ്ട്. അന്നക്കുഞ്ഞ് അന്നമോൾ എവിടെ? ജോബിമോൻ്റെ കൂടെ പുറത്തേക്ക് പോയതാ. ഇപ്പോൾ വരാം, അമ്മച്ചി അറിയേണ്ടത് പറഞ്ഞു. ജോബിയുടെ കൂടെയോ? ഡേവിഡ് താല്പര്യമില്ലാതെ മോളി. പുറത്ത് ആരോ വന്നിട്ടുണ്ടെന്ന് തോന്നി വലിയമ്മച്ചി ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു. ആ, നിങ്ങളായിരുന്നോ? നിങ്ങൾ പോയ കാര്യങ്ങൾ എന്തായടാ? ഒക്കെ റെഡിയായില്ലേ? അവർക്ക് സമ്മതമല്ലേ? ആ അമ്മച്ചി, അവർക്ക് സമ്മതമാണ്. അതും കൂടി എത്തിയിട്ട് നമുക്ക് ഒരുമിച്ച് അവളെ കാണാൻ പോവാം. ഡേവിഡ് തൻ്റെ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അന്നമോൾ കുറേയായി പുറത്തു പോയിട്ട്. എന്നോട് പറഞ്ഞില്ല, മേരിയാ പറഞ്ഞത്. ഈ സമയത്ത് ഈ പെണ്ണ് എന്തിനു പോയതാ? വേറെ ആരുടെയും കൂടെ അല്ലല്ലോ അമ്മച്ചി, അവളുടെ കെട്ടിയവൻ്റെ കൂടെയല്ലേ. അവർ ഇപ്പം ഇങ്ങ് വരും, റീന പറഞ്ഞു. അമ്മച്ചി ഒന്ന് മൂളിക്കൊണ്ട് അകത്തേക്ക് പോയി. എടാ സിറിലേ, നീ എന്താ പറഞ്ഞത്? ആദമിൻ്റെ വാക്കുകൾ കിട്ടുന്നില്ലായിരുന്നു. അവൻ്റെ തൊണ്ടയിൽ കുടുങ്ങുന്നത് പോലെ. എടാ എൻ്റെ ചേച്ചി. അവൻ വാക്കുകൾ പൂർത്തിയാക്കാൻ പറ്റാതെ ഫോണിലൂടെ പൊട്ടിക്കരഞ്ഞു. നീ ഒന്ന് വേഗം വാ. അതും പറഞ്ഞ് സിറിൽ ഫോൺ വെച്ചു. ആദം അവിടെ നിന്നും വേഗത്തിൽ കാറെടുത്ത് സിറിൽ പറഞ്ഞ ഹോസ്പിറ്റലിലെത്തി. അവൻ അവിടെ എത്തിയതും ICUവിൻ്റെ അടുത്തിട്ടിട്ടുള്ള ചെയറിലിരിക്കുന്ന സിറിലിൻ്റെ അടുത്തേക്ക് ഓടി. എവിടെടാ?
ചേച്ചി എവിടെ? അവൻ കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് ആദം നോക്കി. അവന് ICUവിൻ്റെ അടുത്തേക്ക് പോകുന്തോറും തൻ്റെ ശരീരം തളരുന്നത് പോലെ തോന്നി. വയറുകൾക്കിടയിൽ തൻ്റെ ജീവന് വേണ്ടി കൊതിക്കുന്ന തൻ്റെ ചേച്ചിയെ കണ്ടതും അവൻ കരഞ്ഞുകൊണ്ട് തളർന്നു നിരത്തിരുന്നു. ആദം, ഡാ! സിറിൽ അവൻ നിലത്തേക്ക് വീഴുന്നത് കണ്ട് ഓടിപ്പോയി അവനെ പിടിച്ചു. ഡാദം, വാ, എഴുന്നേൽക്ക്. അതും പറഞ്ഞ് സിറിൽ അവനെ നിലത്തു നിന്നും എഴുന്നേൽപ്പിച്ച് ചെയറിലിരുത്തി. അപ്പോഴാണ് ഡോക്ടർ പുറത്തേക്ക് വന്നത്. അയാളെ കണ്ടതും അവൻ ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റ് ഡോക്ടറുടെ അടുത്തേക്ക് പോയി. ഡോക്ടർ, എങ്ങനെയുണ്ട് ചേച്ചിക്കിപ്പോൾ? ഞങ്ങൾക്ക് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ആദമിൻ്റെ തോളിൽ തട്ടി ഡോക്ടർ പോയി. ഡോക്ടർ, അവൻ പുറകെ ചെന്ന് ഡോക്ടറെ വിളിച്ചു. അയാൾ തിരിഞ്ഞു നോക്കി. എനിക്ക് ചേച്ചിയെ ഒന്ന് കാണാൻ പറ്റുമോ? കണ്ടോളൂ, അധികം അവിടെ നിൽക്കരുത്. ഓക്കെ ഡോക്ടർ. അത് കേൾക്കേണ്ട താമസം അവൻ ICUവിൻ്റെ ഡോറ് തള്ളി തുറന്ന് അകത്തേക്ക് ഓടിപ്പോയി. അവൻ അവളുടെ അടുത്തേക്ക് പോയി. അവളെ അങ്ങനെ കണ്ടതും അവന് ശരീരം തളരുന്നത് പോലെ തോന്നി. ചേച്ചി, കണ്ണു തുറക്ക് ചേച്ചി. ചേച്ചിയുടെ കുഞ്ഞിനാണ് വന്നത്. ഒന്ന് കണ്ണു തുറന്ന് നോക്ക് ചേച്ചി. അവനൊന്നും പറഞ്ഞിട്ടും അവൾ കണ്ണു തുറന്നില്ല. അവനത് കണ്ടു നിൽക്കാനാവാതെ ICUവിൽ നിന്നും പുറത്തേക്ക് പോയി. അപ്പോഴേക്കും സിറിൽ ആരോണിനെ വിളിച്ചു പറഞ്ഞിരുന്നു. വിവരമറിഞ്ഞ് അവരെല്ലാവരും ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. അവനെ കണ്ടതും ഡേവിഡ് അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു. എടാ ആദമേ, എൻ്റെ അന്നമോൾ, അവൾക്ക് എന്താടാ ഉണ്ടായത്? അവൾ എവിടെ? അവനൊന്നും പറയാതെ അവിടെ നിന്നും കരഞ്ഞു. അവൻ്റെ അവസ്ഥ കണ്ട് അവിടെ നിൽക്കുന്നവരെല്ലാം കരഞ്ഞു. മോനെ, റീനാമ്മേ, എൻ്റെ ചേച്ചി എന്നും പറഞ്ഞ് അവൻ അവരുടെ തോളിൽ കിടന്ന് കരഞ്ഞു. റീനയും തളർന്നിരിക്കുകയാണ്. അവർക്ക് എന്തു പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കണമെന്നറിയില്ലായിരുന്നു. അമ്മച്ചോട് പറയാതെയാണ് അവർ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അപ്പോഴാണ് ആരോൺ സിറിലിനെ കാണുന്നത്. അവൻ നടന്നതെല്ലാം പറഞ്ഞു. അല്ല, ഞാൻ സംശയം ചോദിക്കട്ടെ, അന്നയും ജോബിനും ഒരുമിച്ച് പോയെന്നല്ലേ അമ്മച്ചി പറഞ്ഞത്? എന്നിട്ട് അവൻ എവിടെ? സിറിൽ അങ്ങനെ ചോദിച്ചതും അപ്പോഴാണ് അവർക്കും അങ്ങനെയൊരു സംശയം തോന്നിയത്. ജോബി, അവനാണ് നമ്മുടെ അന്നയെ ഇല്ലാതാക്കിയത്. അത് കേട്ട് എല്ലാവരും ഞെട്ടി. അതെങ്ങനെ നിനക്കറിയാം? അവനെക്കുറിച്ച് എനിക്കറിയാം. അവൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അപ്പോഴാണ് ഓപ്പറേഷൻ റൂം തുറന്നൊരു നേഴ്സ് പുറത്തേക്ക് വന്നത്. ആരാണ്? കുഞ്ഞൻ. പേഷ്യൻ്റ് കണ്ണു തുറന്നു. ഇയാളെ കാണുമെന്ന് പറയുന്നുണ്ട്. അത് കേട്ടതും അവൻ അതിൻ്റെ ഉള്ളിലേക്ക് ഓടിപ്പോയി. ചേച്ചി, ചേച്ചി, കുഞ്ഞ, എനിക്ക് ഒരു കാര്യം പറയണം. വേണ്ട ചേച്ചി, പിന്നെ സംസാരിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ. കുഞ്ഞ, നീ ഇങ്ങടുത്ത് വാ. അവൻ അവളുടെ അടുത്ത് കുനിഞ്ഞു നിന്നു. ജോബിയെ സൂക്ഷിക്കണം മോനെ. അവൻ എന്നെ. അന്ന 5 മണിക്കൂർ പുറകിലേക്ക് പോയി. നീ എന്താ അന്ന കരുതിയത്? നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് നിന്നെ മിന്നു കെട്ടിയതെന്നോ? നിന്റെ പപ്പയെ ഇല്ലാതാക്കിയതും ഈ കൈകൾ തന്നെയാണടി. നിന്നെയും ഞാൻ അവരുടെ അടുത്തേക്ക് അയക്കുകയാണ്. നിന്റെ അനിയൻ ആദം, അവനെയും വൈകാതെ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ അയക്കും. ജോബി അവൾക്ക് ബോധമില്ല എന്ന് കരുതിയാണ് അവളോട് ആ സമയത്ത് അങ്ങനെ പറഞ്ഞത്. പക്ഷേ അവളത് കേട്ടിരുന്നു. അന്നയുടെ അടുത്തു നിന്നും അവനെക്കുറിച്ച് അറിഞ്ഞതും അവൻ്റെ മുഖം ചുവന്ന് നിറഞ്ഞ് കണ്ണിൽ പകയുടെ അഗ്നി ജ്വലിച്ചു. കുഞ്ഞ, 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 അവൾ വിളിച്ചപ്പോഴേക്കും അവൻ ഇറങ്ങിപ്പോയിരുന്നു. അവളുടെ പൾസിൻ്റെ ലെവൽ കുറയാൻ തുടങ്ങി. അവൾക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നത് പോലെ. പുറത്തുള്ളവർ എന്തിനാ ഇവരിങ്ങനെ കിടന്ന് ഓടുന്നതെന്ന് മനസ്സിലാവാതെ നോക്കി നിന്നു. അപ്പോഴാണ് ആദം ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് വന്നത്. നിങ്ങളൊന്ന് വരൂ പ്ലീസ്. ആദം ഡോക്ടറിൻ്റെ കൂടെ നടന്നു. അവിടെ കണ്ട കാഴ്ച തൻ്റെ ചേച്ചി ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നതാണ്. ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് അവൻ ഓടിച്ചെന്നു. കുഞ്ഞ, ഞാൻ പോവുകയാണ്. നമ്മുടെ മമ്മിയുടെയും പപ്പയുടെയും അടുത്തേക്ക് നീ അവനെ വെറുതെ വിടരുത് മോനെ. ഞാൻ അവൾ പറയുന്നത് പൂർത്തിയാക്കാതെ അവൾ എന്നേക്കുമായി യാത്രയായി. അന്ന ചേച്ചി. അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് കണ്ണുകൾ അടച്ചു. അവൻ അവളുടെ അടുത്തുള്ള പൾസ് നോക്കിയതും അവൻ പെട്ടെന്ന് തന്നെ കൈവിട്ടു. ഡോക്ടർ. അവൻ ഡോക്ടറെ ആർത്ത് വിളിച്ചു. അവൻ്റെ വിളി കേട്ട് എല്ലാവരും ഓടിയെത്തി. നിങ്ങളൊന്ന് പുറത്തേക്ക് പോകുമോ? ആദമിനോട് ഒരു നേഴ്സ് വന്ന് പറഞ്ഞതും അവൻ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി. നേഴ്സുമാർ എന്തിനാണ് കിടന്നോടുന്നതെന്ന് മനസ്സിലാവാതെ നോക്കി ഡേവിഡ് നിന്നു. അപ്പോഴാണ് ആദം ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് വന്നത്. അവൻ ആരോടും മിണ്ടാതെ അവിടെയുള്ള ചെയറിലിരുന്നു. എന്താടാ കുഞ്ഞ,
നീ എന്തെങ്കിലും ഒന്ന് പറ. എടാ ആദ്യമേ എന്തെങ്കിലും ഒന്ന് പറയടാ. അവൻ മുഖം പൊട്ടിക്കരഞ്ഞു. പോയി കൊച്ചച്ച, അന്ന ചേച്ചി പോയി, നമ്മളെ വിട്ട് പോയി. അവനത് പറഞ്ഞതും റീന നിലവിളിച്ചു, മോളെ അന്നേ. അവളെ വിളിച്ച് റീന ബോധം മറഞ്ഞ് നിലത്തേക്ക് വീണു. സിറിൽ അവരെ താങ്ങിപ്പിടിച്ചു. ആൻറ്റി, എടാ ആരോണേ വാടാ. സിറിൽ അത് പറഞ്ഞതും അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് അവൻ്റെ കയ്യിൽ കിടക്കുന്ന മമ്മിയെയാണ്. മമ്മി എന്ന് വിളിച്ച് അവൻ അവരുടെ അടുത്തേക്ക് പോയി. അവരെയും പിടിച്ച് ബെഡിൽ കിടത്തിയപ്പോഴാണ് അവിടേക്ക് ഡോക്ടർ വന്നത്. സോറി ഡേവിഡ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ കുറേ ശ്രമിച്ചു, പക്ഷേ രക്ഷിക്കാനായില്ല. ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ തന്നെ വയറ്റിലെ കുഞ്ഞ് മരിച്ചിരുന്നു. തലയിൽ നിന്നും നല്ല ബ്ലഡും പോയിരുന്നു. ഓക്കെ ഡോക്ടർ, മതി, ഇനി ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട, ഡേവിഡ് ഡോക്ടറോട് പറഞ്ഞു. അവിടെയുള്ള ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് അന്നയെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ആംബുലൻസ് അവരുടെ വീടിൻ്റെ മുറ്റത്ത് വന്നു നിന്നതും എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിന്നു. അതിൽ നിന്നും 2 പേർ ഒരു സ്ട്രക്ചറിൽ പിടിച്ചിറങ്ങി. വലിയമ്മച്ചി അതിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. മോനെ ഡാനി, അതും പറഞ്ഞ് അവർ നിലവിളിച്ച് ഞെട്ടി ബെഡിൽ നിന്നും എഴുന്നേറ്റു. എന്താ ഈശോ ഇങ്ങനൊരു സ്വപ്നം? എന്തെങ്കിലും നടക്കാനാണോ പറഞ്ഞ് വല്യമ്മച്ചി ബെഡിൽ നിന്നും എഴുന്നേറ്റു. റൂമിൻ്റെ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. എടി റീനേ, അന്നേ, ഡേവിഡേ, ആരോണേ, നിങ്ങളൊക്കെ എവിടെയാ? അവർ എല്ലാവരെയും വിളിച്ചു. ആരും വന്നില്ല. ഇവിടെ ആരും ഇല്ലേ? ആരെയും കാണുന്നില്ലല്ലോ. അവരൊക്കെ എവിടേക്കോ തിരക്ക് പിടിച്ചു പോകുന്നത് കണ്ടു. എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, മേരി പറഞ്ഞു. ഇവരെല്ലാവരും ഇതെവിടെ പോയി? അല്ല, അന്നമോളും വന്നില്ലേ ഇതുവരെ? അവർ അതും പറഞ്ഞു നിന്നപ്പോഴാണ് വീടിൻ്റെ മുറ്റത്ത് ഒരു ആംബുലൻസ് വന്നു നിന്നത്. അതിൽ നിന്നും ആദ്യം ഇറങ്ങി. അവനൊരു പ്രതികരണവുമില്ലായിരുന്നു. അവനിറങ്ങിയതും പിന്നാലെ സ്ട്രക്ചർ പിടിച്ച് 2 പേർ അതിൽ നിന്നും ഇറങ്ങി. അതിൽ വെള്ള പൊതിച്ച് ആരോ കിടക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട് എന്താ ഇവിടെ നടക്കുന്നതെന്നറിയാതെ വല്യമ്മച്ചി നോക്കി നിന്നു. അപ്പോൾ തന്നെ ആരോണിൻ്റെ കാറും വന്നു നിന്നു. അതിൽ നിന്നും ഡേവിഡ് റീനയെ താങ്ങി പിടിച്ചു കൊണ്ടുവരുന്നത് അവർ കണ്ടു. അമ്മച്ചിയെ മുന്നിൽ കണ്ടതും നിയന്ത്രണം വിട്ട് റീന പൊട്ടിക്കരഞ്ഞു. എന്താടി മോളെ, ആരാ? അതും പറഞ്ഞ് അവർ വെങ്ങിപ്പൊട്ടി ചോദിച്ചു. അപ്പോഴാണ് ആദം അവിടേക്ക് വന്നത്. അവർ അവൻ്റെ അടുത്തേക്ക് ചെന്നു. എടാ കുഞ്ഞാ, ആരാടാ അത്? ഒന്ന് പറ, ആരെങ്കിലും ഒന്ന് പറ. അവൻ ഒന്നും മിണ്ടിയില്ല. അമ്മച്ചി ഇവിടെ വന്നിരിക്കുക. ഡേവിഡ് അത് പറഞ്ഞതും അയാളുടെ കൈ തട്ടി മാറ്റി. അപ്പോഴേക്കും അവർ ആ മൃതദേഹം വീടിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചു. വല്യമ്മച്ചി അവർ കിടത്തിയ ഭാഗത്തിൻ്റെ അടുത്തേക്ക് പോവാൻ നിന്നതും ഡേവിഡ് അവരെ പിടിച്ചു വെച്ചു. അമ്മച്ചി, ഇപ്പോൾ അവളുടെ അടുത്തേക്ക് പോകണ്ട. ഡേവിഡ് പറഞ്ഞതനുസരിക്കാതെ അയാളുടെ കൈ തട്ടി മാറ്റി അമ്മച്ചി അതിൻ്റെ അടുത്തേക്ക് പോയി. മുഖത്തെ തുണി മാറ്റിയതും അവർ ആ മുഖം കണ്ട് ഞെട്ടിത്തെറിച്ച് താഴെ കൂർന്നു വീണു. അമ്മച്ചി, വല്യമ്മച്ചി എന്ന് വിളിച്ച് ആദമും ഡേവിഡും ഓടിച്ചെന്ന് അവരെ പിടിച്ച് റൂമിൽ കൊണ്ടുപോയി കിടത്തി. വിവരമറിഞ്ഞ എല്ലാവരും കുരിശിങ്കൽ വീട്ടിലേക്ക് എത്തി. അവളെ എല്ലാവർക്കും കാണിക്കാനായി കിടത്തി. കുറേ പേർ അവളെ കണ്ടു മടങ്ങുകയും കുറേ പേർ അവളെ കാണാൻ വരികയും കുറേ പേർ അവിടെ തന്നെ നിൽക്കുന്നുമുണ്ടായിരുന്നു. പാവം കൊച്ച്, ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനൊരു വിധിയുണ്ടായല്ലോ. ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും പോയി. പിന്നെയുള്ള ഒരു അനിയനാണ് ഇപ്പോൾ ഇവളും. അതും പറഞ്ഞ് ആ സ്ത്രീ കണ്ണു തുടച്ചു. മോളെ അന്നമോളെ. ഉറക്കത്തിൽ നിന്നും പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് വല്യമ്മച്ചി അവളുടെ അടുത്തേക്ക് പോകാനതും അവർ എല്ലാവരും അവരെ പിടിച്ചു നിർത്തി. എന്നെ വിട്, എനിക്ക് അവളെ അവസാനമായിട്ടൊന്ന് കാണണം. എന്നെ വിട് ഡേവി. കുഞ്ഞാ, എന്നെ അവളുടെ അടുത്തേക്ക് കൊണ്ടുപോ. എന്നെ ആരെങ്കിലും അവളുടെ അടുത്തേക്കൊന്ന് കൊണ്ടുപോ. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്തെല്ലാം ഞാൻ കാണണം എൻ്റെ ഈശോയെ. എനിക്ക് സഹിക്കാൻ മേലായേ. എല്ലാവരും അവരുടെ കരച്ചിൽ കണ്ട് നിൽക്കാൻ പറ്റാതെ നിന്നു. ഡേവിഡ് അമ്മച്ചിയെ പിടിച്ച് അവളുടെ അടുത്തേക്ക് പോയി. അവളെ അങ്ങനെയൊരു അവസ്ഥയിൽ കണ്ടതും നിയന്ത്രിക്കാനാവാതെ അവളെ കെട്ടിപ്പിടിച്ച അമ്മ കരഞ്ഞു. എന്തിനാ മോളെ നീ ഞങ്ങളെ വിട്ടുപോയത്? നീ ഞങ്ങളെ ഒറ്റയ്ക്കാക്കി പോയല്ലോടി. ഈ വല്യമ്മച്ചിയോട് പറയാതെ നീ പോയല്ലോ മോളെ. വല്യമ്മച്ചി അറിഞ്ഞിരുന്നേ നിന്നെ ഈ വീടിന് വെളിയെ വീടാൻ ഞാൻ സമ്മതിക്കത്തില്ലായിരുന്നല്ലോടി. ആദ്യം നിൻ്റെ പപ്പയും അമ്മയും, ഇപ്പോൾ നീയും. ഈശോയെ, എനിക്ക് വയ്യായേ, എന്നെ കൂടി കൊണ്ടുപോകോ. അവർ ഓരോന്ന് പദം പറഞ്ഞ് അവളുടെ അടുത്തിരുന്ന് പെട്ടെന്ന് അവർ അവിടെ നിന്നും എഴുന്നേറ്റ് ആദമിൻ്റെ അടുത്തേക്ക് പോയി. കുഞ്ഞ്, അവളോട് എഴുന്നേക്കാൻ പറ മോനെ, വെറുതെ നമ്മളെയൊക്കെ പറ്റിക്കാൻ കിടക്കുന്നതാ. അവർ ആദമിനോട് അങ്ങനെ പറഞ്ഞ് അന്നയുടെ അടുത്തേക്ക് പോയി. മതി നീ ഞങ്ങളെ പറ്റിച്ചത്, ഇനി എഴുന്നേറ്റോ. ഞങ്ങൾ തോറ്റു, നീ ജയിച്ചു. വല്യമ്മച്ചി എഴുന്നേൽക്ക്.
അവളിനി എണ്ണിക്കില്ല അമ്മച്ചി. നമ്മളെയൊക്കെ ഇവിടെ തനിച്ചാക്കി പോയി. ആദം വിങ്ങിപ്പൊട്ടിക്കൊണ്ട് വലിയമ്മച്ചിയെ റൂമിലേക്ക് കൊണ്ടാക്കി. വിവരമറിഞ്ഞ ആമിയും അവളുടെ ചേച്ചിയും അവിടേക്ക് വന്നു. ആമി ആദമിനെ കണ്ടതും അവൾക്കവനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കണമെന്നുണ്ടായിരുന്നു. അവൾ അവനെ തന്നെ നോക്കി നിന്നു. ഈശോയെ, എൻ്റെ പെണ്ണെന്നെ തനിച്ചാക്കി പോയേ പറഞ്ഞ് നിലവിളിച്ച് ജോബി അകത്തേക്ക് അവളുടെ അടുത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു. അവനെ കണ്ടതും അവൻ്റെ അടുത്തേക്ക് ആദം പോവാൻ നിന്നതും ഡേവിഡ് തടഞ്ഞു. മോനെ, ഇപ്പോൾ വേണ്ട എന്ന രീതിയിൽ തലയാട്ടി അയാൾ അവനെ തടഞ്ഞു. കൊച്ചച്ച, ആ പന്നെ അവളുടെ അടുത്തുനിന്ന് എഴുന്നേൽപ്പിക്കുക. എനിക്ക് അവൻ്റെ കള്ളക്കണ്ണുനീർ കാണുമ്പോൾ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല.